ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതിന് അപ്പുറം ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നായി പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നതാണ് ഇസ്ലാം ഊന്നൽ നൽകുന്നത്. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അവനാകുന്നു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. മരണവും ജീവിതവും പരീക്ഷണങ്ങളുടെ മേഖലകളാകുന്നു എന്നാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് അമലുകൾ ചെയ്യുന്നത് എന്നതിന് വേണ്ടിയിട്ട്. അഹ്സനായിട്ടുള്ള അമൽ, ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് കൂടുതൽ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നതും പാരത്രിക ലോകത്തിന് ഗുണകരമാകുന്നതും അതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ്റെ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നതുമായ ഒന്ന് അത് സ്വലാത്ത്, നമസ്കാരമാകുന്നു എന്നാണ്. സ്വലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ കാര്യം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. സ്വലത്ത് എന്ന വാക്കിൽ നിന്നാണ് സ്വലാത്ത് വരുന്നത്. സ്വലത്തു റഹ്മ, കുടുംബബന്ധം ചേർക്കൽ എന്നതിന് അറബിയിൽ പറയുന്നുണ്ട്. അതിൽ നിന്നാണ് സ്വലാത്ത്, ചേർക്കൽ, ബന്ധിപ്പിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഒരു വിശ്വാസിക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള, സാമീപ്യമുണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാകുന്നു നമസ്കാരം എന്നുള്ളത്. അപ്പൊ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്, വരുന്നത് എൻ്റെ റബ്ബിലേക്കാകുന്നു, എൻ്റെ രക്ഷിതാവിലേക്കാകുന്നു. ആരാണ് ആ രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും വറസഖക്കും, അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചവൻ. വറസഖക്കും, നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നവൻ അവനാകുന്നു. വയുമീതുക്കും, നിങ്ങളെ മരിപ്പിക്കുന്നത് അവനാകുന്നു. അതുപോലെ തന്നെ നിങ്ങളെ യുഹ്യീക്കും, ജീവിപ്പിക്കുന്നവനും അവനാകുന്നു. അവ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന എൻ്റെ റബ്ബുമായി എനിക്ക് നിൽക്കാൻ ലഭിച്ചിട്ടുള്ള അല്പസമയമാകുന്നു യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത്. അത് അള്ളാഹുവിനോടുള്ള നന്ദി അർപ്പിക്കലാണ്. ലഇൻ ശക്കറത്തും ലഅസീദന്നക്കും, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് നന്ദി അർപ്പിച്ചു കഴിഞ്ഞാൽ ലഅസീദന്നക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. ആ നമസ്കാരം ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഭാരമുണ്ടാക്കുന്ന രൂപത്തിൽ നിർണയിച്ചിട്ടും ഇല്ല എന്നാണ്. 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ലഭിക്കുന്നതിൽ 24 മിനിറ്റുകൾ മാത്രമാണ് നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി ചെലവാകുന്നുള്ളൂ. അത് നിർവഹിക്കാൻ വേണ്ടി ജമാഅത്തായി ഒരു വ്യക്തി പള്ളിയിലേക്ക് വരുമ്പോൾ ആ മഅ്മൂമീങ്ങൾക്ക് ഭാരമുണ്ടാകുന്ന രൂപത്തിൽ ഇമാമീങ്ങൾ നമസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരു സ്വഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ജമാഅത്ത് നമസ്കാരത്തിന് വന്ന സമയത്ത് നമസ്കാരം ഒരുപാട് ദീർഘിച്ചതിനാൽ ആ നമസ്കാരത്തിൽ നിന്ന് ഞാൻ വിട്ട് പിന്നിലേക്ക് മാറി നമസ്കരിച്ച് പോവുകയുണ്ടായെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇമാമിനെ വിളിച്ചു. ഇമാം മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫത്താനുൻ യാ മുആദ്, മുആദേ, നീ ഫിത്നയുണ്ടാക്കുകയാണ്, കുഴപ്പമുണ്ടാക്കുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ജോലിക്കാരുണ്ട്, ഇവരെ എല്ലാവരെയും പരിഗണിക്കണം എന്ന് പഠിപ്പിച്ചു. അത്രയും
കൃത്യമായ രൂപത്തിലാണ് ഇസ്ലാം ഇബാദത്തുകളെ കണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രയാസമുണ്ടാകുന്ന രൂപത്തിലേക്ക് അത് വരാൻ പാടില്ല. നിങ്ങൾ യാത്രക്കാരനാണ്, ആ യാത്രക്കാരന് ഇളവ് നിശ്ചയിച്ചു. ജംഉം ഖസ്റുമായി നമസ്കരിക്കാം. ജംഅ് 2 നേരത്തെ നമസ്കാരങ്ങൾ പരസ്പരം തമ്മിൽ ചേർത്ത്, ഖസ്ർ അത് ചുരുക്കി നമസ്കരിക്കാവുന്നതാണ്. ഇസ്ലാമിൻ്റെ വളരെ വ്യക്തമായ രൂപത്തിലുള്ള ആശയ മേഖലകളാകുന്നു അത്. ളുഹറിന് ഒരാൾ യാത്ര പുറപ്പെടുന്നു, അയാൾ അസ്വറിലും യാത്രയായിരിക്കും. ളുഹർ 2 റക്അത്ത് നമസ്കരിക്കുന്നു, അതിനോട് ചേർത്ത് അസ്റും 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആ ഇളവ് ജംഉം ഖസ്റുമായി നമസ്കരിക്കും. മഗ്രിബ് 3 റക്അത്ത്, ഇശാ 2 റക്അത്ത്, മഗ്രിബും ഇശാവും കൂടി ചേർത്ത് നമസ്കരിക്കും. അത് ളുഹറിന്റെ നേരത്ത് നമസ്കരിക്കാം. സാധ്യമല്ല എങ്കിൽ അസ്റിലേക്ക് പിന്തിപ്പിക്കാം. മഗ്രിബിലേക്ക് ചേർത്ത് മഗ്രിബും ഇശാവും നമസ്കരിക്കാം, പിന്തിക്കാം, മുന്തിക്കാം. ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ആരാധനകൾ ഒരിക്കലും ഒരു ഭാരവും പ്രയാസവും ഉണ്ടാക്കുവാൻ പാടില്ല. അപ്പൊ അത്രയും ലളിതമായി തന്നിട്ടുള്ള ഒരു ഇബാദത്ത് അത് എങ്ങനെയാകണം? അത് വളരെ നന്നായി അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ ആയത്ത്, 2 ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാരണം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, ഖുശൂഉ ഉള്ളവർ, വിനയമുള്ള, ഭക്തിയുള്ള, ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമസ്കാരം ആകണം ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമസ്കാരം കൊണ്ട് എന്ത് ഗുണമാണോ നമുക്കുണ്ടാകേണ്ടത് അത് നേടിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ സമൂഹത്തിൽ നമസ്കരിക്കുന്നവൻ ഒരു പ്രശ്നക്കാരനായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ചില സമയത്ത് നമസ്കരിക്കാത്തവർ നമസ്കരിക്കുന്നവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെ എന്തിനാണ് 5 നേരം പള്ളിയിൽ പോകുന്നത്? കിടന്നുറങ്ങിക്കൂടെ? എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടു പോകുന്നത്? എന്തേ കാരണം? നമസ്കരിക്കുകയും ചെയ്യും, മറ്റ് സകല തിന്മകളിലും ഉണ്ടാവുകയും ചെയ്യും. എന്താ നമസ്കാരത്തിലൂടെ ലഭിക്കേണ്ട നേട്ടം ഖുർആൻ പഠിപ്പിച്ചത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എല്ലാ മ്ലേച്ഛകരമായ വെറുക്കപ്പെട്ടതായ പ്രവർത്തനത്തിൽ നിന്ന് അയാളെ അകറ്റി നിർത്തുന്നു. അതാണ് നമസ്കാരത്തിലൂടെ വരേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സമൂഹത്തിൽ നമസ്കരിക്കുന്ന ഒരു സമൂഹം ധാർമ്മികതയിലൂടെ പോകുന്നില്ല എന്നത് പരിശോധിക്കുമ്പോൾ നമസ്കാരമാകുന്നിടത്തേക്ക് അതിനെ കൊണ്ടുവരുമ്പോഴേ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ. ഖുർആനിൽ ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ മാഊൻ. അതിലെ ആയത്ത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്താണ് അവിടെ പറയുന്നത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. ആരാണവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധരാകുന്നു എന്നാണ്. എന്താണ് ഈ അശ്രദ്ധ? നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് മാത്രമല്ല, നമസ്കാരം അവന് തോന്നുമ്പോൾ നമസ്കരിക്കുക, തോന്നുമ്പോൾ ഒഴിവാക്കുക. ളുഹർ നമസ്കരിക്കും, അസ്വറില്ല. മഗ്രിബ് നമസ്കരിക്കും, ഇശാ ഇല്ല. സുബഹ് പാടേയില്ല. സുബഹും ഇശാവും നഷ്ടപ്പെടുത്തിയോ അതൊരു അടയാളത്തിന്റെ ഭാഗമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം പഠിക്കേണ്ട ഒരു ഭാഗമാണത്. മുനാഫിഖൂങ്ങൾ, കപടവിശ്വാസികളും നമസ്കരിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കപടവിശ്വാസികൾക്ക് ഭാരമേറിയ നമസ്കാരം അസ്ഖലുസ് സ്വലാത്തുൽ മുനാഫിഖീൻ, കപടവിശ്വാസികൾക്ക് ഭാരമേറിയ നമസ്കാരം സ്വലാത്തുൽ ഇശാ വസ്വലാത്തുൽ ഫജ്ർ, ഇശാ നമസ്കാരവും ഫജ്ർ സുബ്ഹ് നമസ്കാരവുമാകുന്നു. അതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ
മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിൽ പോലും പള്ളിയിലേക്ക് അവർ എത്തുമായിരുന്നു എന്നാണ്. ഇതാണ് സാഹൂൻ, അശ്രദ്ധ നമസ്കാരം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നമസ്കരിച്ചു പോകുന്ന നമസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരവും അല്ലാഹുവിന് ആവശ്യമില്ല. നമസ്കാരം അല്ലാഹു സ്വീകരിക്കേണ്ട ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ നിർബന്ധമായ ഒരു കർമ്മം, ആ കർമ്മ വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നത് മനസ്സിലാക്കിയിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഫർളായ വിഷയങ്ങളെ വിട്ടിട്ട് അല്ലാത്ത പല വിഷയങ്ങളിലും കിടന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മയ്യത്തെല്ലാം കൊണ്ടുപോയി ഖബറടക്കി ആള് മണ്ണിന്റെ അടിയിലൊക്കെ പോയി എല്ലും തോലും ഒക്കെ ആയിക്കഴിഞ്ഞാലും അയാളെക്കുറിച്ച് പിന്നെ വിടത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പല ചർച്ചകളും മാറിക്കൊണ്ടിരിക്കുന്നു. അനാവശ്യമായ ചർച്ചകളിൽ അകപ്പെട്ടു പോയിട്ട് നിർബന്ധമായ വിഷയങ്ങളിൽ പലപ്പോഴും ഏർപ്പെടാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. ഇസ്ലാമിലെ നിർബന്ധമായ കർമ്മം അത് നമസ്കാരമാകുന്നു എന്നാണ്. ആ നമസ്കാരത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആത്മവിശകലനം ചെയ്യുകയും അതിൽ എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കുറ്റമറ്റതാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നല്ല ഒരു നമസ്കാരത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലദീനഹും അൻ ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവിടെ നമസ്കാരത്തിൽ വിനയമുള്ള, ഭക്തിയുള്ള, അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോട് കൂടിയിട്ടുള്ള ഒരു ഇബാദത്താകണം. അങ്ങനെ സ്വഹാബികൾ സ്വീകരിച്ചപ്പോഴാണ് ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന് വേണ്ടി അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അടുത്തൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ മകര നമസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിച്ചു വന്ന് ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ പടച്ചോനെ എത്ര വേഗം ഇശായത്, ഇങ്ങനെ നമ്മൾ പറയാറുള്ളത്. നമസ്കാരം വരുന്നതിന് ഒരു ഭാരമായി തോന്നും. സ്വഹാബികൾ അങ്ങനെ ആയിരുന്നില്ല. ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത ഒരു നമസ്കാരം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ ഒരുവനിലേക്ക് പോകുക എന്നതാണ് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വേണ്ടപ്പെട്ടവരുമായി എത്ര മണിക്കൂറുകളോളമാണ് സംസാരിക്കുന്നത്. പടച്ചവനുള്ള സംസാരം വളരെ വേഗത്തിൽ തീർക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ ഉടനെ എന്തോ ഒരു മെസ്സേജ് പടച്ചവനിൽ നിന്ന് വന്നതുപോലെയാണ് ആൾക്കാർ ഒറ്റ എഴുന്നേറ്റ് പോകല. പലപ്പോഴും ഉടനെ എഴുന്നേറ്റ് പോകല. ഫർള് നമസ്കാരം കഴിഞ്ഞിരുന്നുള്ള ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ സ്വീകാര്യതയാണ്. പോയിട്ട് വലിയ ആവശ്യമുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് അത്ര പോലും ക്ഷമ പലപ്പോഴും ചില സമയത്ത് ആളുകൾ കാണിക്കാറില്ല. ജുമാ കഴിഞ്ഞാൽ വല്ലാത്തൊരോട്ടത്തിലൂടെ ആൾക്കാർ പോവുകയാണ്. അതുകൊണ്ടാണ് ക്ഷമ പാലിക്കേണ്ട, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട സമയവും സന്ദർഭവുമാണ് റമദാൻ മാസത്തിലേത്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് റബ്ബിൻ്റെ മുന്നിൽ നാം നിൽക്കുന്നത്. ആ നമസ്കാരം സ്വീകാര്യമാകുന്ന നമസ്കാരങ്ങളാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും നമസ്കാരാനന്തരം എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥന ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാക്കി മാറ്റുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ അഇന്നി, എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് നന്നായി ആരാധനകൾ നിർവഹിക്കാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൽ എല്ലാ ഇബാദത്തുകളും നല്ല രൂപത്തിലാക്കി തീർക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ ഹുർമത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന്, എല്ലാ സംസാരങ്ങളിൽ നിന്ന്, എല്ലാ ഇടപാടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തെ തുടർന്ന് ഹോസ്പിറ്റലിലും വീട്ടിലും കഴിയുന്നവർ ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി തിരിച്ചു വരാൻ സൽക്കർമ്മങ്ങളുമായി മുന്നേറാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.